നമസ്കാരം. എൻ്റെ പേര് കീർത്തി ഗോപി. ഞാൻ ജനനം 1947 പ്രണയം തുടരുന്നു എന്ന സിനിമയുടെ ഒരു ഭാഗമാണ്. അതിലെ മാർക്കറ്റിംഗ് പ്രൊമോഷൻ ഭാഗമായിട്ടാണ് ഞാൻ കൂടുതൽ ഇടപഴകിയിരിക്കുന്നത്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേര് ചെയ്യുന്ന ഒരു വളരെ എളിമയുള്ളൊരു സിനിമയാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ സിനിമയുടെ ഡയറക്ടർ അഭിജിത്ത് അശോകൻ എൻ്റെ ഹസ്ബൻഡിന്റെ അനിയനാണ്. ഞാൻ പരിചയപ്പെട്ട ഫസ്റ്റ് ടൈം ആദ്യം കാണുമ്പോൾ എന്നോട് ആദ്യം അഭിജിത്ത് സംസാരിച്ചത് സിനിമയെ പറ്റിയാണ്. അന്ന് എനിക്ക് തോന്നുന്നു അഭിജിത്ത് പഠിക്കുന്ന സമയമാണ്. അന്ന് തൊട്ട് അബിയുടെ മനസ്സിലുള്ള ഒരു ഫയർ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് എന്നും ഞങ്ങൾ കാണുമ്പോഴൊക്കെയും കൂടുതലും സംസാരിക്കുന്നത് സിനിമയെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ഇന്നിപ്പോ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത്, അതും നല്ലൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അതെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് പ്രണയമാണ്. പ്രണയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വിഷയമാണത്. എൻ്റെ ജീവിതത്തിലാണെങ്കിലും എനിക്ക് എൻ്റെ ഒരു കല്യാണം പലർക്കും അതൊരു പ്രണയവിവാഹമായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും അതൊരു പ്രണയവിവാഹം ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾ 4 സുഹൃത്തുക്കളായിരുന്നു. 3 പേര് ബോയ്സും ഞാൻ ഒരാളായിരുന്നു അതിനകത്ത് ഗേൾ ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര പൊസസീവ് ആയിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പില്. ഭയങ്കര എൻജോയ് ചെയ്ത് ഞാൻ വളരെ ആസ്വദിച്ച് കൊണ്ടുപോയ ഒരു ഫ്രണ്ട്ഷിപ്പാണത്. +2 ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്നു. ഞാൻ വേറൊരു കോളേജിലേക്കൊക്കെ പോയി. പിന്നീട് ഒരാളായിട്ട് മാത്രമാണ് എനിക്ക് അതിന്റെ കൂടുതലും കണക്ഷൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ഡിഗ്രി കഴിഞ്ഞിട്ടൊരു റീയൂണിയൻ ഉണ്ടായിരുന്നു. വീണ്ടും റീയൂണിയൻ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ആവുമായിരുന്നു. പിന്നീട് അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി. വളരെ പ്യുവർ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഇതില് മെയിൻ രസം എന്താന്ന് വെച്ചാൽ ഈ 3 പേരും എനിക്ക് കല്യാണാലോചനകൾ കൊണ്ടുവരുമായിരുന്നു. വീട്ടില് പപ്പയോടാണെങ്കിലും അമ്മയോടാണെങ്കിലും ഇങ്ങനെ ഒരു പയ്യനുണ്ട്. അതുപോലെ അഖിൽ എന്നാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പേര്. അപ്പോൾ അഖിലിന് ഈ വരുന്ന പ്രപ്പോസലിൽ അങ്ങനെ ആൾക്കാരുടെയൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ ഇത് കിട്ടില്ല, അല്ലെങ്കിൽ പുള്ളി ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നത് കിട്ടില്ല, അതെനിക്ക് പറ്റിയതാന്നൊക്കെ പറയും. അങ്ങനെ പോയിരുന്നൊരു സമയത്ത് വീട്ടിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് കല്യാണത്തിന്റെ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ ഇവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് ആ ഒരു ലാസ്റ്റ് എന്താ പിന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നുള്ളൊരു ചോദ്യം വന്നു. പിന്നെ പോരാത്തതിന് 2 എണ്ണങ്ങളുണ്ടല്ലോ. അവരുടെ ഒരു സപ്പോർട്ടും കൂടുതലായിരുന്നു. ഞാൻ ആലോചിച്ചപ്പോ ഈ ഗ്യാങ്ങിൽ നിന്ന് പോവണ്ട, വീടടുത്താണ്, അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ട് വന്നു. വീട്ടിലൊക്കെ സംസാരിച്ചപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും പരസ്പരം അറിയുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് പ്രണയിച്ചു. എന്നാലും ഒരു ഷോർട്ട് പീരീഡിലാണ് പ്രണയം കിട്ടിയിട്ടുള്ളെങ്കിലും അതെനിക്ക് എന്നും ഭയങ്കര വിലമതിക്കുന്ന ഒന്നാണത്. പിന്നീട് അങ്ങോട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്നും ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു മെച്യൂരിറ്റി ഉള്ള ഫാമിലി ആണെന്ന് ആരും പറയാറില്ല. അതെനിക്ക് തോന്നുന്നു ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും. ഈ സിനിമയെ കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസുകളൊന്നുമില്ല, അവിടെ നമ്മൾ അടുപ്പിച്ചിട്ടില്ല. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു സിനിമ ഷൂട്ട് ചെയ്യാൻ പോണേന്ന്. അന്ന് വരെ സിനിമേനെ പറ്റി അവിടെ ഇവിടെയൊക്കെ കേട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളെ ഷൂട്ടിങ് നാളെ പോണ് എന്നുള്ള രീതിയിൽ തമാശയായിട്ടാണ് കണ്ടത്. പക്ഷെ ആ പോക്ക് പോയിട്ട് പിന്നെ വന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ എന്താ കൂടുതൽ പറയണേ, പിന്നെ ഇവരുടെ എല്ലാവരുടെ ഉള്ളിലുള്ളൊരു പാഷനാണിത്. കാരണം കോലുമിഠായി എന്ന് പറയുന്ന സിനിമ തൊട്ട് ഇവരിതിന്റെ പുറകെ ആണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ പോണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെന്താ, കോലുമിഠായി എന്ന് പറയുന്ന സിനിമയും ഈ പറഞ്ഞ പോലെ കുട്ടികളെ വെച്ചിട്ടുള്ള ഇവരുടെ ആദ്യത്തെ ഒരു മൂവി ആയിരുന്നു. അതും ഈ പറഞ്ഞ പോലെ കുറേ ഫ്രണ്ട്സ് കൂടി അവരുടെ ഒരു കൂട്ടായ്മയിൽ അവരെ കൊണ്ട് അവരുടെ എല്ലാവരുടെയും ഫുൾ എഫോർട്ട് എടുത്തിട്ട് ചെയ്തൊരു സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹപ്പുറത്ത് എല്ലാവരും അതിന് ഫുൾ ഡെഡിക്കേറ്റ്. പറഞ്ഞാൽ ഒരാളുടെ ആഗ്രഹം എല്ലാവരും കൂടി അങ്ങോട്ട് ഏറ്റെടുത്ത് പിന്നെ അതല്ല അവരുടെ എല്ലാവരുടെയും കൂടി ആഗ്രഹമായി അങ്ങനെ ചെയ്ത് അത് വൻ വിജയമായ ഒരു സിനിമയാണ്. ഈ പറഞ്ഞ അവാർഡൊക്കെ കിട്ടി. അതിനുശേഷം പിന്നീട് പ്രണയം തുടരുന്നു എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ എല്ലാവരുടെയും
ഒരു കൂട്ടായ്മയിൽ വരുന്നൊരു സിനിമയാണ്. കോലുമിഠായി എന്ന് പറയുന്ന ഒരു ആദ്യത്തെ സിനിമ, അത് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അഖിൽ എന്നോട് വന്ന് പറഞ്ഞത്, അബിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അപ്പൊ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു കൂടെ നിൽക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ച്. അപ്പൊ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു കൂടെ എങ്ങനെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോ പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആദ്യം ചിരിയാ വന്നത്, കാരണം പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്ന ഒരു ലേബൽ എന്ന് പറയുന്ന അങ്ങനെ ഒരു, നമ്മുടെ കയ്യിൽ അങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അത്രയും ഒരു ഫണ്ട് കൊടുക്കാനുള്ള സ്റ്റെബിലിറ്റി ഒന്നും ഇല്ല. അപ്പൊ അതെങ്ങനെയാണ്, അതൊക്കെ എന്തും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാല് അതൊക്കെ അങ്ങ് നടന്നോളും എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കയ്യിലുള്ള ഈ പറഞ്ഞ പോലെ കുറച്ച് ഗോൾഡൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഒരു സ്റ്റാർട്ടിങ് ഇത് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നൊരു സമയമാണത്. കാരണം നമുക്ക് അതിൻ്റെ ഒരു ബേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എങ്ങനെയാണ് കേട്ട അറിവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമയിൽ നമുക്ക്, അന്ന് ഇവരാരും അത്ര ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അല്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താകും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. ഞാനത് കാണിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവരുടെ എല്ലാവരുടെയും ആ ഒരു എന്താ പറയാ, ഒരു ട്രസ്റ്റ്, ഇവരത് നല്ലോണം ചെയ്യും എന്നുള്ള, അല്ലെങ്കിൽ ചെയ്ത് നോക്കട്ടെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അത് ചെയ്തു. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടി, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ആഗ്രഹത്തിന്റെ കൂടെ കുറെ പേര് ചേർന്നപ്പോൾ, ഒരു നല്ല കുറച്ച് പേര് ചേർന്നപ്പോൾ അവരുടെ എല്ലാവരുടെയും കൂടി ഒരു ആഗ്രഹമായി മാറിയത്. അപ്പൊ എല്ലാവരും അതിന് നിന്ന് പ്രവർത്തിച്ചു. പിന്നെ അതിൽ വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതില് കുറെ എന്താ പഴയ കാലത്തെ സാധനങ്ങളും പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ ഇതില് അതിനുവേണ്ടി ഓടി നടന്ന് എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതൊക്കെ വന്ന് പറയും. അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് അവരോടുള്ള ഒരു ട്രസ്റ്റ് വന്നു. സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ വന്നു, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഭയങ്കര ഒരു അഭിമാനം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ നമുക്ക് അറിയുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു ഇതാണ്, സിനിമ ആരും വലിയ കാര്യമായിട്ടൊന്നും എടുക്കില്ല. പക്ഷെ അത് കഴിഞ്ഞ് ആ സിനിമയ്ക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ഒരു ഇത് വന്നു, ഇവർ ചെയ്യുന്നൊരു കാര്യം അത്യാവശ്യം ഉണ്ട് എന്നുള്ളൊരു സംഭവം. അത് എൻ്റെ മനസ്സിലും അങ്ങനെ വന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഈ പറഞ്ഞ പോലെ പ്രണയം തുടരുന്നുണ്ട് തലേദിവസം വന്നിട്ട് ഇത് ഷൂട്ടിംഗ് തുടങ്ങാനാണ് പോകുന്നു എന്ന് പറയുമ്പോൾ ടെൻഷൻ ഇല്ലെന്ന് പറയുന്നില്ല, എന്നാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വരുമെന്ന്. അത് അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ വന്നു. റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല ഫെസ്റ്റിവലുകളിൽ വിട്ടിട്ടും അതിന് നമുക്ക് അവാർഡ് വിൻ ചെയ്യാൻ പറ്റി. ഡയറക്ടർ ആദ്യമായിട്ട് അമേരിക്കയിൽ വരെയും പോയി. അതും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളൊരു വളരെ സാധാരണക്കാരാണല്ലോ, ഇതിൻ്റെ ഒന്നും ഒരു ബേസ് ഇല്ലാത്തൊരു ആൾക്കാരുടെ ലൈഫിലേക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ വരുന്നു. മാത്രമല്ല എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയാണല്ലോ, അപ്പൊ നമ്മൾ തന്നെയാണല്ലോ അതൊക്കെ പ്രൊമോഷൻ നടത്തേണ്ടതും കാര്യങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റുന്നതും വലിയ കാര്യമാണ്. കാരണം ഈ സിനിമ തീർച്ചയായിട്ടും എല്ലാവരും സ്വീകരിക്കും, വിജയിക്കും എന്നൊക്കെ ഉള്ളത് നമ്മുടെ വലിയൊരു പ്രതീക്ഷയാണ്. അപ്പൊ അന്ന് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണത്. പ്രണയം തുടരുന്നു എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ജനനം 1947, പ്രണയം തുടരുന്നു. ജനനം 1947 ആ ഒരു പേരിൽ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇത് ഒരു പ്രായമായവരുടെ ഒരു ലവ് സ്റ്റോറിയാണ്. അതും ഒരു പുതുമയുള്ള രീതിയിൽ ഉള്ളൊരു കാര്യമാണ്. കാരണം പ്രായമായവരുടെ ഒരു ലവ് സ്റ്റോറി അത് എങ്ങനെയാണ് വർക്ക് ആവുന്ന എന്നുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ്. ഇതിന്റെ കഥ കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു, ഇത് എങ്ങനെയാണ് അബി അത് വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. കേട്ടപ്പം കണ്ടപ്പോഴൊക്കെ വളരെ സന്തോഷം തോന്നി. കാരണം പ്രായമായ ആളുകൾ, അവരുടെ ഒരു മനസ്സെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ചെറിയ പിള്ളേരുടെ മനസ്സിലേക്കൊക്കെ പോകുന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ സമയത്ത് ആഗ്രഹങ്ങളും കൂടുതലായിരിക്കും. അടുത്തുള്ളവരെപ്പോഴും കൂടെ ഉണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. പലപ്പോഴും ഈ പറഞ്ഞ പോലെ മക്കൾക്ക് അത് മനസ്സിലുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ കൂടുതലും വളരെ ഏകാന്തത അവർക്ക് അനുഭവപ്പെടും. ആ സമയത്ത് കൂടെ ഒരു ഭർത്താവോ ഭാര്യയോ ഇല്ലാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴും അവർ ആശ്രയിക്കുന്നത് ചിലപ്പോൾ കൊച്ചുമക്കളിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. അവരും തിരക്കിട്ട ജീവിതത്തിലായിരിക്കും. അല്ലെങ്കിൽ ശരിക്കും നോക്കാത്ത മക്കളും, അങ്ങനെയുള്ള വിഭാഗം ആൾക്കാരും ഉണ്ടല്ലോ നമ്മുടെ ചുറ്റുപാട്.
അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ കൂടുതലും ഈ പറഞ്ഞ പോലെ അഗതി മന്ദിരത്തിലും അനാഥാലയത്തിലൊക്കെ ഒരുപാട് അമ്മേനെയും അച്ഛനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർക്കൊരു മനസ്സുണ്ടെന്നുള്ള ആ ഒരു ഇത് എല്ലാവർക്കും അറിയാമെങ്കിലും കൂടുതലൊന്നും ആരും അതിനെപ്പറ്റി ചിന്തിക്കില്ല. ഇപ്പൊ നമ്മള് റീസെന്റ് ഒക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് അവരുടെ പേരും ഇതൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല. അനാഥാലയത്തിൽ നിന്ന് ഒരു അച്ഛനും അമ്മയും കല്യാണം കഴിച്ചിട്ട് അവര് വളരെ നല്ല രീതിയിൽ അനാഥാലയത്തിലുള്ളവർ കല്യാണം നടത്തി കൊടുത്ത് അവര് താമസിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനെയും അമ്മയും കൺസിഡർ ചെയ്യുന്ന മക്കളുണ്ടാവും. ഇപ്പൊ വിദേശത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് ഫുൾ ടൈം അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റത്തില്ല. അപ്പൊ അച്ഛനും അമ്മയും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവര് കല്യാണം നടത്തി കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റീസെന്റ് കേട്ടിട്ടുണ്ട്. അപ്പൊ മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ കൂടുതൽ ആ ഒരു വിഷയത്തിനെ കൂടുതൽ എടുത്ത് സംസാരിച്ചിരിക്കുകയാണ് അബി ഇതില്. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു സിനിമ ഇനിയും ഒരു 2-3 കപ്പിൾസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വലിയൊരു കാര്യമാണല്ലോ അത്. ഉണ്ടാവട്ടെ അങ്ങനെ. കാരണം ആ ഒരു സമയത്ത് ഒരു സുഹൃത്ത് കൂടെ ഉണ്ടാവും. ഒരു സുഹൃത്തിനെയാണ് അവിടെ ആവശ്യം, അല്ലാണ്ട് അവിടെ ഒരു പ്രണയമല്ല അവിടെ വരുന്നത്. പ്രണയം ഉണ്ടാവാം, പക്ഷെ അങ്ങനെയല്ല കൂടുതലും. ഈ പറഞ്ഞ പോലെ തൻ്റെ ഒരു ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും ഒരു വൈകുന്നേരം ഇരുന്ന് പറയാൻ പറ്റുക, അത് കേൾക്കാൻ വേറെ എവിടെ എണീറ്റ് പോകാതെ കേട്ടോളും എന്ന് പറയുന്ന ഒരാളുണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവർ ഓക്കെ ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് മക്കളുടെ ഒരു സാമീപ്യം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഓക്കെയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു അച്ഛനോ അമ്മയോ ആവശ്യപ്പെട്ടില്ലെങ്കിലും ആവശ്യപ്പെടുമോയെന്ന് എനിക്കറിയില്ല. മക്കളായിട്ടാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ഒരു വലിയ കാര്യമായിരിക്കും.